നമസ്കാരം. ഇപ്പോൾ വാർത്തകളിലുടനീളം നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് SIR, ഒന്ന് BLO. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വീടുകളിലെല്ലാം ഒരു എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ പലർക്കും സംശയമാണ്, അയ്യോ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റുവാനായി ഇപ്പോൾ നമ്മോടൊപ്പം ഒരു BLO തന്നെ ഉണ്ട്. നമസ്കാരം ചേട്ടാ. നവീൻ എന്നാണ് പേര്. വർക്കുകളൊക്കെ ഏതുവരെയായി? വർക്കുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീടുകൾ ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഏകദേശം സെറ്റായി വരുന്നു. ഈ ഒരു ഫോം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു നെഞ്ചെടുപ്പാണ്. ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജനനത്തീയതി, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്ത പഴയ ആൾക്കാരുണ്ടല്ലോ, 19 വയസ്സായ ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയില്ലായിരിക്കും. അവരവരുടെ വർഷം എഴുതിയാൽ മതി. അത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ആധാർ നമ്പർ ഓപ്ഷനിലാണ്, എഴുതുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് എഴുതണം. കാരണം പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു OTP കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലാണ് ആ OTP വരുന്നത്. നിങ്ങളുടെ വോട്ടർ ID മിസ്സായാലും അതിൻ്റെ നമ്പർ മറന്നു പോയാലും ഒക്കെ മൊബൈൽ നമ്പറിലാണ് അത് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആ മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ, പഴയ ആൾക്കാരാണെങ്കിൽ എപ്പിക് നമ്പർ ഉണ്ടാവില്ല, ഇല്ലയെന്ന് എഴുതിയാൽ മതി. പിന്നെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ, പങ്കാളിയുടെ പേര്, കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ആളുടെ പേരും എപ്പിക് നമ്പറും അത് എഴുതുക. അതും നിർബന്ധമല്ല, ബാധകമാണെങ്കിൽ കല്യാണം കഴിച്ചെങ്കിൽ മാത്രം ആ ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഫില്ല് ചെയ്യാം. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്പെല്ലിംഗ് നിങ്ങൾ SLC ബുക്കിലും ബാക്കി ആധാറിലൊക്കെ കൊടുത്തിരിക്കുന്ന അതേ സ്പെല്ലിംഗ് തന്നെ ഉപയോഗിക്കണം, തെറ്റാതെ നോക്കണം. പിന്നെ മലയാളത്തിൽ എഴുതുന്നതിൽ തെറ്റില്ല. മലയാളം എഴുതുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. കാരണം ആ പേര് അതിന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാതെ നമ്മൾ മലയാളത്തിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അവർ മലയാളത്തിൽ എഴുതിയാൽ നമ്മൾ മലയാളത്തിൽ തന്നെ കൊടുക്കും. അപ്പോൾ നമ്മൾ BLOമാരെ നമ്മളും സഹായിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മലയാളത്തിൽ എഴുതുന്നതാവും നന്നാവുക. അവർക്കും കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഭാഗം 2ലേക്ക് വരുമ്പോഴാണ് എന്താണ് ഇതെന്നുള്ളത് തീരെ മനസ്സിലാവില്ല. ഈ ഭാഗം 2 ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഭാഗം 2 എന്ന് ഉദ്ദേശിക്കുന്നത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 2002 അവസാനമായിട്ട് SIR കേരളത്തിൽ നടന്നത്. അപ്പോൾ അന്നത്തെ ഒരു SIRൻ്റെ ഡീറ്റെയിൽസും വോട്ടർ പട്ടികയുണ്ട്. ആ ഡീറ്റെയിലിൽ ഉൾപ്പെട്ട ആളിനെയാണ് എഴുതേണ്ടത്. അതായത് ഈ ആൾ നമ്മുടെ ഈ മുകളിൽ പേരും ക്രമനമ്പറും ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഈ ഫോട്ടോയിലുള്ള ആൾ തന്നെയാണ് 2002 SIRൽ ഉണ്ടെങ്കിൽ മാത്രം അവരുടെ ഡീറ്റെയിൽ എഴുതുക. ഇല്ലാത്ത ആൾക്കാർ എഴുതേണ്ടത് ഈ വലതുവശത്താണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ വോട്ടറുടെ പേര് നവീൻ എന്ന് എഴുതുന്നു. അപ്പോൾ ആ സമയത്ത് 2002 എപ്പിക് നമ്പർ വേറെ ആയിരിക്കും. അത് നിർബന്ധമില്ല, അവിടെ നിർബന്ധമില്ല. അന്ന് മിക്കവാറും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന KL സീരീസിലുള്ള എപ്പിക് നമ്പറാണ്. ആ എപ്പിക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അന്ന് ലഭ്യമായ എപ്പിക് നമ്പർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, അന്ന് പേര് മാത്രം അടിച്ചു പോയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. അപ്പോൾ ഈ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ, ഇപ്പം വോട്ടറുടെ പേര് നവീൻ ആണെങ്കിൽ നവീൻ്റെ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആ വോട്ടർ ID കാർഡിലുള്ള റിലേറ്റീവിൻ്റെ പേരാണ് എഴുതേണ്ടത്. വോട്ടർ ID കാർഡിലുള്ള റിലേറ്റീവിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതായത് അന്ന് 2002 നമ്മുടെ വോട്ടർ IDയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ഒരാളുടെ റിലേറ്റീവ് ഉണ്ടാവും. ആ ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത്. അയാളുടെ ബന്ധുവും ആ ബന്ധത്തിൻ്റെ അയാളുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത്. ഈ 2002 ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇല്ല, അതെങ്ങനെയാണ് എടുക്കുന്നത്? 2002 ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മുടെ വോട്ടർ സെർച്ച് എന്ന് പറഞ്ഞൊരു SIR 2002 വോട്ടർ സെർച്ച് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ലിങ്ക് വരും. CO കേരളയുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ലിങ്ക് വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വോട്ടർ സെർച്ച് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജില്ല തിരുവനന്തപുരം ആണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം, തിരുവനന്തപുരം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഈസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നിയമമണ്ഡലത്തിൻ്റെ പഴയ പേര് തിരുവനന്തപുരം ഈസ്റ്റാണ്. അപ്പോൾ അതെടുക്കാം. ബൂത്ത് നമ്മൾ അന്ന് വോട്ട് ചെയ്തിരുന്ന ബൂത്ത് കൃത്യമായി അറിയാമെങ്കിൽ, 2022 അല്ല 2002 കൃത്യമായിട്ട് അറിയാമെങ്കിൽ, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അവർ ബൂത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബൂത്ത് തിരഞ്ഞെടുക്കും. അന്ന് അതായിരിക്കില്ല, അന്ന് പല പല ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാം, ഓരോരോ ഏരിയ കാണാൻ പറ്റും, ഏത് സ്കൂളാണെന്ന്. നമുക്ക് ഏകദേശം നമ്മളെ വീടിനടുത്ത് വരുന്ന ഒരു ബൂത്ത് നമ്മൾ സെലക്ട് ചെയ്യണ്ട, നമ്മളിത് നോക്കിയാൽ മതി. കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ട്, വീട്ടുപേരും അന്ന് നമുക്കറിയാമെന്നുള്ള ആൾക്കാർ, 10-25 വർഷമായിട്ട് വീടൊന്നും മാറാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. വീട്ടുപേരും നിർബന്ധമല്ല, വോട്ടറിൻ്റെ പേരും മണ്ഡലവും മാത്രം നമ്മൾ കൊടുത്താൽ മതി.
അത് ഇപ്പോഴത്തെ മണ്ഡലമല്ല, 2002 മണ്ഡലം 2002 ഈ തിരുവനന്തപുരം ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിയമമണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അത് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തോട് BLOയോട് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. നിങ്ങൾ സെർച്ച് ചെയ്തില്ലെങ്കിലും BLO സെർച്ച് ചെയ്തിട്ടുണ്ടാകും ഓൾമോസ്റ്റ് എല്ലാം. മാറി വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസിലാണ് ഇത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രണ്ട് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ അച്ഛൻ്റെയോ അങ്ങനെയുള്ള വീട്ടിൻ്റെ പേരോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവരുടെ ഇലക്ഷൻ ID നമ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആരാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ അച്ഛൻ്റെ പേര് എന്താണെന്നുള്ളത്, പിതാവിൻ്റെ റിലേഷൻ, ഈ റിലേഷനാണ് ഇവിടെ നമ്മുടെ ഫോമിൽ എഴുതേണ്ടത്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടെങ്കിൽ രാമചന്ദ്രൻ നായരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സന്റെ പേരാണ് ഇവിടെ ബന്ധുവിന്റെ പേരായിട്ട് എഴുതേണ്ടത്. അതായത് ഈ ഗോപാലൻ നായർ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതുന്നത്. ബന്ധം പിതാവെന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ പേര്. ട്രിവാൻഡ്രം ഈസ്റ്റ് 136 എന്നുള്ളതാണ് ട്രിവാൻഡ്രം ഈസ്റ്റിന്റെ അന്നത്തെ കോഡ്. ഇന്ന് അത് 135 നിയമമാണ്. അപ്പോൾ വ്യത്യാസം അങ്ങനെ നമ്മൾ ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അടുത്തതാണ് ഭാഗം നമ്പർ എന്ന് പറയുന്നതാണ് പാർട്ട് നമ്പർ. അത് നമ്മുടെ ബൂത്ത് നമ്പറാണ്. നമ്മൾ അന്ന് വോട്ട് ചെയ്ത ബൂത്തിൻ്റെ നമ്പറാണ് ഈ ഭാഗം നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ സീരിയൽ നമ്പർ, നമുക്ക് അവിടെ ഒരു ക്രമ നമ്പറുണ്ട്. നമ്മുടെ വോട്ടർ പട്ടികയിൽ നമുക്കൊരു ക്രമ നമ്പറുണ്ട്. ഇപ്പോഴുള്ളതിൽ നിന്ന് അന്നത്തേലും വളരെ വ്യത്യാസമായിരിക്കും. ആ ക്രമ നമ്പർ നമ്മളിവിടെ എഴുതണം. ഇതാണ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് എഴുതേണ്ട സൈഡിൽ. അത് നമ്മൾ വോട്ടർ അതിൽ 2002 SAR ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ വോട്ടർ 2002 SAR ഉൾപ്പെട്ട ആളാണെങ്കിൽ ഈ രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. അതായത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് രാമചന്ദ്രൻ ആണെങ്കിൽ ആദ്യം രാമചന്ദ്രന്റെ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ 2002 വോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഡീറ്റെയിൽസ് കിട്ടി. ഈ ഡീറ്റെയിൽസ് വെച്ച് ഈ ഒരു ഭാഗം 2002 വോട്ട് ചെയ്തെന്നല്ല ഉദ്ദേശിക്കുന്നത്, 2002 SAR ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. 2002 വോട്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ചിലപ്പോൾ SAR ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല. അതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ ഭാഗം 3, അതായത് ഇതെന്ന് പറയുന്നത് ഈ SIR നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ്. അതെ, മസ്റ്റ് ടൈം ഫില്ല് ചെയ്യണം. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? മുകളിലെ ഈ ഫോട്ടോയിൽ ഉള്ള ആൾ 2002 SAR ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ടത് വലതുവശത്തെ കോളത്തിലാണ്. മുൻ കോളത്തിൽ അവസാന SAR പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ ഈ ആളിൻ്റെ ഇപ്പോഴുള്ള വോട്ടറിൻ്റെ ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മയാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അവരുടെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഇവരെല്ലാവരും മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ഉള്ളവരെയൊക്കെ മാക്സിമം മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ 2002 ഇല്ലാത്തതുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയുമായിട്ട് മാപ്പ് ചെയ്യണം, അവരുമായിട്ട് കണക്ട് ചെയ്യണം. ആ ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡീറ്റെയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ, ഇപ്പോൾ നമ്മൾ ഈ രാമചന്ദ്രൻ നായർ എന്നുള്ള ആളിനെ നോക്കിയതുപോലെ വേറെ ഒരാളുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ അവരുടെ അച്ഛൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതുപോലെ കിട്ടും. അതിലും എഴുതേണ്ടത് ഇത് തന്നെയാണ്. അവിടെ രണ്ടാമത് വരുന്നത് ഇപ്പോൾ രാമചന്ദ്രൻ നായരുടെ മകളുടെ ഒരു ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ രാമചന്ദ്രൻ നായർ എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക. എപ്പിക് നമ്പർ, അന്നത്തെ എപ്പിക് നമ്പർ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ആ നമ്പർ ഇവിടെ എഴുതാം. ബന്ധുവിൻ്റെ പേര് അന്നത്തെ ഇലക്ഷൻ കാർഡിലുള്ള രാമചന്ദ്രന്റെ ഇലക്ഷൻ കാർഡിലുള്ള ഇലക്ഷൻ കാർഡ് എന്ന് പറയുന്നത് നമ്മളെ ഇലക്ടർ റോളിൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് എടുക്കാൻ പറ്റും, സെർച്ച് ചെയ്യാനും പറ്റും. അതല്ല ഇത് തന്നെയാണ് ആ ആള്, അത് തന്നെ നമുക്ക് അവിടെ എഴുതാം. നമ്മളിത് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞത് നമ്മുടെ ഒരു വോട്ടറുടെ കൂടെ ഉത്തരവാദിത്വമാണ്, കറക്റ്റ് ആണോ എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഇലക്ഷൻ സൈറ്റിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെരിഫൈ ചെയ്യും കൂടെ ചെയ്യണം. BLO ഇത് നമുക്ക് കിട്ടുന്ന ഒരു പ്രാഥമിക അറിവ് വെച്ചാണ് നമ്മളിതിനെ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോം തരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മളിതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരുന്നുണ്ട്. 2 കോപ്പിയിൽ ഒരു കോപ്പി നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് തിരിച്ചു തരും. അപ്പോൾ അത് അന്ന് വെരിഫൈ ചെയ്തും കൂടെ വെക്കേണ്ടത് വോട്ടറുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതായത് കൂടുതൽ ആൾക്കാരും എന്തായാലും 2002 ഈ ഒരു SIR ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല. അപ്പൊ എന്തായാലും ഫില്ല് ചെയ്യേണ്ടത് ഈ 3ാമത്തെ കോളമായിരിക്കും. അപ്പോൾ ഇവിടെ പേര് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബന്ധുവിന്റെ പേര്. അപ്പൊ എന്റെ ഫോം ആണെങ്കിൽ ഞാൻ 2002 SIR ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ അച്ഛന്റെ പേരായിരിക്കും സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ അന്നത്തെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ അത് എഴുതുക.
പിന്നെ ബന്ധുവിന്റെ പേര് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എഴുതിയ എൻ്റെ അച്ഛന്റെ പേരാണെങ്കിൽ അച്ഛന്റെ ബന്ധുവിന്റെ പേര്. അതെ, അതാ നമ്മുടെ വോട്ടർ പട്ടികയിൽ തന്നെ ഉണ്ടാവും, ആ പേര് എഴുതുക. അത് പക്ഷേ ഈ ബന്ധം എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഇലക്ട്രൽ റോളിലുള്ള ബന്ധം. അതെ, അത് തന്നെയാണ് ഈ അന്നത്തെ ഇലക്ട്രോളിന്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. അത് കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് അത് തന്നെ എഴുതാം. ഇത് ഒന്നും കിട്ടാത്ത ആൾക്കാർക്കാണ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടാനാണ് പറയുന്നത്. അവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാവും, പക്ഷെ അവർ അതിനകത്ത് ഒരു ഡീറ്റെയിൽ പിന്നെ കൊണ്ട് കാണിക്കേണ്ടി വരും. അത് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 2002 SIR ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം നേരെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരിക. രണ്ടാമത്തെ കോളം ഒന്നും ചെയ്യേണ്ട, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരിക. ഇവിടെ എഴുതേണ്ടത് എൻ്റെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ അന്നത്തെ 2002 SIR ഉണ്ടെങ്കിൽ എഴുതുക. ബന്ധുവിൻ്റെ പേര് എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇലക്ട്രൽ റോളിലുള്ള ആ ഒരു ബന്ധുവിൻ്റെ പേര് എഴുതുക. പിന്നെ ബന്ധം എഴുതുക. അതിനുശേഷം ജില്ല എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെയാണ്. ഏത് വാർഡല്ല, ഏത് നിയോജക മണ്ഡലം, ഏത് ഭാഗം, അതായത് ഏത് ബൂത്ത്. ഭാഗം എന്ന് പറഞ്ഞാൽ ഏത് ബൂത്താണെന്നുള്ളതാണ് അതിന്റെ നമ്മുടെ സീരിയൽ നമ്പർ. അത് ഇവിടെ അതുപോലെ എഴുതുക. അപ്പുറത്ത് എഴുതിയ അതേ കാര്യം തന്നെ ഇപ്പുറത്ത് എഴുതുക. പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അന്നത്തെ നിയോജക മണ്ഡലത്തിന്റെ പേര് എഴുതുക. അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, പിന്നെ ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇതെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഡീറ്റെയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭാഗം 3 കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്വാഭാവികമായ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായാലും ഈ ഒരു നമ്മുടെ എന്യൂമറേഷൻ ഫോമിൽ തന്നെ BLOയുടെ ഫോൺ നമ്പർ ഉണ്ട്. ഈ BLOയുടെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും BLOക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയായിരിക്കും. മിക്കവാറും ഉള്ള, അതായത് വീട് മാറി താമസിക്കാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽ ഒക്കെ 10-30 വർഷമായിട്ട് വീട് മാറി താമസിക്കാത്ത 2002 SIRൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരെയും മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് ഇനി ഒരു ഡീറ്റെയിൽ നമുക്ക് തരേണ്ട ആവശ്യമില്ല. അവർ ഈ ഫോം മാത്രം ഫില്ല് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഇല്ലാത്ത ആൾക്കാരാണ് 2002 ഇല്ലാത്ത ആൾക്കാർ, വീട് മാറി വന്ന ആൾക്കാർ, കല്യാണം കഴിച്ച് വന്ന ആൾക്കാർ, വീട് മാറി നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വാടകയ്ക്ക് ആൾക്കാർ മാറുന്ന സ്ഥലങ്ങളും വീട് വാങ്ങി വരുന്ന ആൾക്കാരുമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു BLOയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് അവരെയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് BLOയോട് ഒന്നുകിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ബേസിക് സെർച്ച് നടത്തിയ ഇലക്ട്രൽ സെർച്ച് 2002 SIR2 അവരുടെ തന്നെ ഡീറ്റെയിൽസ് ഇതുപോലെ അച്ഛൻ്റെ പേരോ അങ്ങനെയുള്ള വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം കിട്ടും. ഈ കല്യാണം കഴിച്ച് വരുന്ന സ്ത്രീകളെ അവരുടെ അച്ഛൻ്റെ സ്ഥലം, അവരുടെ സ്വന്തം സ്ഥലത്തേക്കാണ് അവരെ മാപ്പ് ചെയ്യേണ്ടത്. ആ ഡീറ്റെയിൽ എടുക്കുക എന്നുള്ളത് അവർ തന്നെ വിചാരിച്ച് അതിനെ BLOയോട് പറയുകയോ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽ എടുക്കുക എന്നുള്ളതാണ്. അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഈ സ്വാഭാവികമായി ഫോം ഫില്ല് ചെയ്യുമ്പോൾ തെറ്റുകളൊക്കെ പറ്റും, സ്വാഭാവികമാണ്. അപ്പം നമ്മളത് തെറ്റ് പറ്റിയെന്ന് വെട്ടിയിട്ട് എഴുതുന്നതിൽ പ്രശ്നം വല്ലതുണ്ടോ? ഒരു വെട്ട് വലിയ കുഴപ്പമില്ല. നമുക്കത് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. അത് നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോം നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫോട്ടോ ഒട്ടിക്കുന്ന ഫോട്ടോയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോം വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് തന്നെ അപ്ലോഡ് ആവും. നമുക്ക് വായിക്കാൻ കഴിയുന്നതായിരിക്കണം മെയിനായിട്ട്. അതായത് ഈ ഒരു ഫോമിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഫോം വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ ഫോട്ടോ വേണ്ട എന്നുണ്ടെങ്കിൽ നിലവിലൊരു ഫോട്ടോ പുതിയ ഫോട്ടോ അപ്ലോഡ് ആവും. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ 2002 SIR ഉൾപ്പെട്ടിട്ടില്ല, അതേസമയം 2002 SIR എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യും? അങ്ങനെ വരുമ്പോൾ അപ്പൂപ്പൻ, നമ്മുടെ അച്ഛൻ്റെ അച്ഛനെയോ അച്ഛൻ്റെ അമ്മയോ നമ്മൾ മാപ്പ് ചെയ്യേണ്ടി വരും. അവരെ നമ്മൾ സെർച്ച് ചെയ്യണം. അവരുള്ള സ്ഥിരതാമസമായിരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ സ്ഥിരതാമസമായിരുന്നിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ ഡീറ്റെയിലാണ് പിന്നെ കൊടുക്കേണ്ടത്. അത് ഇതേ പ്രോസസ്സ് ഇത് തന്നെയാണ്. നമ്മൾ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അച്ഛൻ്റെ പേരും അച്ഛൻ്റെ പേര് നമുക്ക് ഏകദേശമൊക്കെ അറിയായിരിക്കുമല്ലോ. കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ചോദിച്ചാൽ അറിയായിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽ വയ്ക്കുക. ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കാണ് പിന്നെ അത് കുറേ കൂടെ ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവർ ഫോം ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഉൾപ്പെടും. പിന്നെ അതിനെ അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സും കൂടെ വരുമെന്നേ ഉള്ളൂ. വേറെ ഒരു ഹിയറിങ്ങിനായിട്ട് ഒരു ഓഫീസിൽ കൂടെ ഒരിക്കൽ കൂടെ പോവേണ്ടി വരും. ഇത് മാപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും ചെയ്യേണ്ടതില്ല. അവരുടെ വോട്ടർ പട്ടികയിൽ പേര് നോർമലൈസ് ആയിട്ട് വരും. അതായത് 2002 നമ്മൾ ഈ ഒരു SIRൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മൾ കോളം 3 ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കോളം 3ൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുകയുള്ളൂ. അവരുടെ ഡീറ്റെയിൽസ് ഇല്ല എങ്കിൽ, അവർ SIRൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരെഴുതി ഫില്ല് ചെയ്യേണ്ടി വരും. അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് എന്നല്ല, അത് പഴയ ആൾക്കാരുടെ ഡീറ്റെയിൽ, അതായത് ഒരു തലമുറയുടെ മുന്നത്തെ തലമുറ നമ്മൾ നോക്കണം.
അത് 10-70 വർഷം മുന്നേ ഉള്ള ആൾക്കാരുടെ അച്ഛൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽ വെച്ചാണ് നമ്മൾ അവരെ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെയാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ചിലർക്ക് ഇപ്പോൾ നമ്മുടെ ജനറേഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെ അപ്പൂപ്പനെയും നമുക്കറിയാം, അവരുടെ അച്ഛൻ്റെ ഡീറ്റെയിൽ, അതായത് നമ്മുടെ മുതുമുത്തച്ഛൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിനോട് ചോദിച്ച് അങ്ങനെ ഒരു ഡീറ്റെയിൽ, ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ വേരുകൾ അന്വേഷിച്ച് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആൾക്കാരുടെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ അവരുടെ അച്ഛൻ്റെ അച്ഛൻ അവരുടെ ഡീറ്റെയിൽ എല്ലാം നമുക്കിങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് എനിക്കിതൊരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പേര് അന്വേഷിക്കുന്ന അപ്പോഴാണ്. അതുവരെ നമുക്ക് അപ്പൂപ്പൻ്റെ പേരറിയാം, അവരുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. ചെയ്യാൻ കാരണം അച്ഛനും അമ്മയും 2002 SIR ഉൾപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ മാപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനെ വെച്ചാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ നമ്മുടെ വേരുകൾ തേടിയുള്ള യാത്രയാണ് SIR എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ്. അതായത് ഒരു കുടുംബത്തിൽ ഇപ്പോൾ നമ്മളൊരു ഫോം കൊണ്ടൊരു വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ല. പലരും വീട് മാറി താമസിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അവരുടെ വോട്ടർ പട്ടിക ഇവിടുന്ന് വേറെ എടുത്ത് വോട്ട് ചെയ്യണം. അവർ ഇലക്ഷനായിരിക്കും അവർ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഈ ഫോം അവരുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആരെങ്കിലും ഒരാൾ ഒപ്പിട്ട് നമുക്ക് തരിക എന്നുള്ളതാണ്. PLOമാർ വീടുകളിൽ തോറും പോകുമ്പോഴേക്കും അവിടെ വീട് പൂട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? വീട് പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ നമ്മൾ ആൾക്കാർ ഇതാണെന്ന് ഐഡൻറ്റിഫൈ, അയൽപ്പക്കത്തൊക്കെ നമ്മൾ ചോദിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതാണെന്ന് ഉറപ്പാക്കിയാൽ, കാരണം നമ്മൾ പലപ്പോഴും റെസിഡൻസ് നമ്പറൊക്കെ ആയിരിക്കും വീടിനുള്ളത്. TC നമ്പർ മിക്കവാറും വീടുകളിൽ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ലിപ്പായിട്ട് എഴുതി കൊടുക്കും, BLO ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഈ ഫോമിൽ തന്നെ നമ്മുടെ BLOയുടെ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആൾക്കാരുടെ അടുത്തെല്ലാം പറയും, തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറയും ഫോം നമ്മൾ വിടുകയാണ്, നമ്മൾ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയണം. പിന്നെ സ്ഥിരമായിട്ട് വീട് മാറിപ്പോയ ആൾക്കാരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയിൽ അവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വിളിച്ച് ഫോം കൊടുക്കാനാണ് പറയുന്നത്. അവരെ ഏൽപ്പിക്കുകയും അവർ വന്ന് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ചിലർക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്ത് തരേണ്ടതില്ല. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഡബിളിംഗ് ഒക്കെ പലയിടത്തും വരാറുണ്ട്. അത് ഇവിടെ നിന്ന് വീട് മാറിപ്പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ വോട്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് തരേണ്ടതില്ല. അവർ രണ്ടാമത്തെ അവിടെ ഒരു വോട്ടുണ്ട്, ഇവിടെ വോട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ ഈ ഫോം ഫില്ല് ചെയ്ത് തരേണ്ടതില്ല. ഡ്യൂപ്ലിക്കേഷൻ എന്ന് അവിടുത്തെ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അവിടുത്തെ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെയും വോട്ട് കാണൂല ഇവിടെയും വോട്ട് കാണൂല എന്നുള്ളതാണ്. ഇത് എന്താണ് അവസാനം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്? നമുക്ക് ഡിസംബർ 4 മുന്നേ എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംഭവം ഇതൊക്കെ എല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തണം. ഡിസംബർ 4 മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കണം. എല്ലാ സാധനവും അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ഏതായാലും വളരെയധികം നന്ദി. ഇത്രയും സമയം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോളം 2ഉം 3ഉം ആയിരുന്നു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നത്. പക്ഷേ അത് വളരെ രസകരമായി അല്ലെങ്കിൽ വളരെ നന്നായി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഓക്കെ.